നമ്മള് നമ്മളെ വ്യൂ കാണിച്ചു തരാം നമ്മുടെ റിസോർട്ടിൽ നിന്ന് പോകുമ്പോൾ. അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണിയിലുള്ള വ്യൂ ആണ്. കേരളത്തിലും തണുപ്പ് വന്നിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും, നമുക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം കേരളത്തിൽ ഇതുപോലെ തണുപ്പ് വരണേന്ന്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ചിലപ്പോ ദൈവം കേൾക്കുമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ഊട്ടി മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞങ്ങൾ രാവിലെ എണീറ്റു, റെഡി ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് എങ്ങോട്ട് പോകും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഞങ്ങൾ ഊട്ടിയിൽ വന്നിട്ട് നമ്മൾ മിക്ക സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി എങ്ങോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇനി എന്തെങ്കിലും സ്ഥലം ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ടായിരിക്കും, നമുക്കറിയാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്, പക്ഷെ നമുക്കറിയില്ലല്ലോ. അപ്പൊ അറിയുന്ന സ്ഥലത്ത് ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇനി സ്ഥലങ്ങളുണ്ടോ. എന്തായാലും രാവിലെ കുളിച്ചൊരുങ്ങി ഇറങ്ങും നമ്മൾ ഇവിടുന്ന്. അതെ, അമ്മയും പപ്പയും മാത്രമേ ഇപ്പൊ റെഡി ആയിട്ടുള്ളൂ. ഞാനും റെഡി ആയിട്ടുണ്ട്. അതെ, ഞാനും ഗൂഗിളിൽ സെർച്ച് ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ഇൻ ഊട്ടി ഒക്കെ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. നമ്മള് ഗാർഡനിലൊക്കെ പോയതല്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബോട്ടാനിക്കൽ ഗാർഡനിൽ നമ്മൾ പോയതായിരുന്നു. പിന്നെ ബോട്ട് ഹൗസിൽ പോയി, പിന്നെ നമ്മൾ ലേക്കിൽ പോയി, എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ ഒരു സ്ഥലം കണ്ടത് തണ്ടർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കാണ്. അത് ഇവിടെ ബോട്ട് ഹൗസിന്റെ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അവിടെ പോകാൻ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ കണ്ട് നല്ല രസം തോന്നി. നമുക്ക് പോയി നോക്കാം, എന്താണെന്ന് അറിയില്ല. അവിടെ പോകണമെന്നൊരാഗ്രഹമുണ്ട്. ദിയമ്മ ഇപ്പൊ ഷോർട്ട് വീഡിയോ കണ്ടോണ്ടിരിക്കുക. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞങ്ങള് എല്ലാരും കുളിച്ച് റെഡി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഊട്ടിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നേരത്തെ കണ്ണു തുറന്നു. ഇവിടെ എന്താ പ്രത്യേകത ആണോന്ന് അറിയില്ല, 6 മണി ആയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു 8 മണിയൊക്കെ സൗണ്ട് കേട്ടിട്ട് ഞാൻ നോക്കും, ഭയങ്കര വിളിച്ചോ. ഞാൻ നോക്കുമ്പോ 7:30 ആയിട്ടുള്ളൂ സമയം. പക്ഷെ കണ്ടേ 10 മണിയൊക്കെ ആയിരുന്നു തോന്നും. വെളിച്ചം കണ്ട ഞാൻ പക്ഷെ ഞാൻ 6 മണിക്ക് കണ്ണു പറഞ്ഞപ്പോഴും ഈ വെളിച്ചം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് നമ്മളെ വ്യൂ കാണിച്ചു തരാം നമ്മുടെ റിസോർട്ടിൽ നിന്ന് പോകുമ്പോൾ. ഇവിടെ വേറൊരു ഡ്രസ്സിയാണ്. അപ്പൊ ദേവുവിന്റെ ഒക്കെ ഡ്രസ്സൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണിക്കുന്നില്ല. ഇതാണ് നമ്മൾ അത് റോഡാണ്. അതെ, ദൂരെ നമുക്ക് ആ കോടമഞ്ഞുള്ള സ്ഥലത്തേക്ക് പോയാലോ. അവിടുന്ന് നോക്കുമ്പോ ഇവിടെ സംഭവം മനസ്സിലുണ്ട്. ക്രിസ്മസ് ട്രീ ആണോ അത്? ആണോ? നമ്മുടെ അവിടെ കാറ്റാടി മരത്തുന്ന ഒരു കുത്തിയോ മുള്ളത് തിന്നണ സാധനം നല്ല സ്മെല്ലുണ്ട്. നമ്മളെ പറ്റി ചാമ്പലോട്ട് മൂക്കി കുത്തിട്ടോ. സ്മെല്ല് ആൾക്കാർ മണത്ത് നോക്കുമ്പോ മൂക്കി കുത്താനുള്ള പരിപാടിയാവുള്ളൂ. നമ്മളെ കായകളും സാധനങ്ങളും നമ്മൾ അറിയാത്തത് കഴിക്കരുത്. പൂവുണ്ട്, അതിലുണ്ട് കുഞ്ഞു പൂക്കളുണ്ട്. തേനിച്ചകത്ത് ഇനി വിളിച്ചേരണം. ഇതിലേറെ നല്ല വ്യൂ അവിടെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് അവിടെ ഓപ്പൺ ടെറസിൽ പോയി കാണാം. വരുന്നില്ലേ? ഫ്രണ്ട്സ്, ഇവിടെ നെറ്റ് ഇല്ല കേട്ടോ. ഇവിടെ വൈഫൈ ഉണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞ് വന്നതാണ്. പക്ഷെ ഇവിടെ ചെയ്യുന്ന സമയത്ത് വൈഫൈ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോ നാളെ ഞങ്ങൾ പോവുകയും ചെയ്യും. വന്നിട്ട് കാര്യമില്ല. നമ്മുടെ റൂമിൽ തണുപ്പില്ല, പക്ഷെ പുറത്ത് തണുപ്പുണ്ട്. അതെ, ഉള്ളത് പറയാലോ. നമ്മൾ ഫാന് നല്ല സ്പീഡിൽ ഇട്ടിട്ടാണ് കിടക്കണം, എന്നാലേ തണുപ്പുള്ളൂ. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ച് അത്രയൊന്നുമില്ല, എന്നാലും വിയർക്കൂല, അത്രേ ഉള്ളൂ. അതെ, ശരിയാണല്ലോ.
പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ഊട്ടിയിലോട്ട് വരുന്നതിന്റെ തലേന്ന് വരെ ഊട്ടിയിൽ ഭയങ്കര മഴയെന്നു പറഞ്ഞിട്ടോ. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഊട്ടിയിൽ ചെറുതായിട്ടൊരു തുള്ളി ചാറ്റലുണ്ടായിരുന്നു. നമ്മള് ഊട്ടിയിൽ വന്നതില് ഏറ്റവും തണുപ്പ് കുറവ് ഇപ്രാവശ്യം വന്നതാണ്. അതെ അതെ, നമ്മള് ഫസ്റ്റ് വന്നപ്പോഴൊക്കെ എന്ത് തണുപ്പ്. ഊട്ടി നാടുകളിൽ എത്തിയപ്പോ തന്നെ നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഇപ്പൊ മൊത്തത്തിൽ എല്ലായിടത്തും ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും ഊട്ടിയിലും ചൂടാണ്. ഇവിടെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂ ആണിത്. നാളെ നമ്മളെ റൂം വെക്കേറ്റ് ചെയ്ത് പോകും. അപ്പം നമ്മള് കേരളയിലോട്ട് പോകുമ്പോ ഉള്ള ചൂട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്നെന്തോ യെല്ലോ അലേർട്ട് ആണെന്നാ പറയണത് കേരളയില്. മറ്റേ ഐസ് മഴ വീഴുണ്ട് എന്നൊക്കെ പപ്പ പറയുന്നത്. സത്യമാണോ അറിയില്ല, പപ്പ നമ്മളോട് പറഞ്ഞാണോന്ന് അറിയില്ല കേട്ടോ, സത്യമാണോന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണിയിലുള്ള വ്യൂ ആണ്. ആ കാണുന്നതാണ് കേട്ടോ റോഡ്. ആ വണ്ടി വരുന്നില്ലേ, അത് റോഡാണ് കേട്ടോ. നമ്മള് ഇവിടെ തൊട്ട് ഇവിടെ നമ്മള് താഴത്തേക്ക് ഇറങ്ങുമല്ലോ റോഡ്. ആ റോട്ടിൽ നിന്ന് നമ്മള് നിന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോ എന്ത് അതെ, ഭയങ്കര കുന്നിന്റെ മുകളിലാട്ടോ നമ്മള് നിക്കുന്ന തോന്നും റോട്ടിൽ നിന്ന് നോക്കുമ്പോ. നമ്മള് അത്രയും കുന്നുമാതിരി കേറണല്ലോ നമ്മൾ. പക്ഷെ ഇവരിങ്ങനെ വളച്ച് വളച്ചാണ് റോഡ് ഉണ്ടാക്കിയത്. പക്ഷെ ഇങ്ങനെ കുത്തനെയാണ് കയറണമെങ്കിൽ. അതെ, ഇവിടെ ഈ ഒരു ഏരിയ നല്ല സ്ഥലം കേട്ടോ. ചെമ്പരത്തി ഇതെന്താന്ന് മനസ്സിലായില്ല. ദേവുന് ഇവിടുന്ന് ചെമ്പരത്തി താളി ഉണ്ടാക്കണം എന്നാ പറയണത്. ഇല ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് ഒരക്കണ്ടേ അല്ലേ, താളിയാക്കണ്ടേ. ഇതെന്താ, ഏതെന്ത് മരാ അറിയില്ല കേട്ടോ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദേവു പിന്നെ എല്ലാം മണത്ത് നോക്കും എന്താന്ന് പറയാ. എന്തോ ഒരു മരം കൈ ചില സ്ഥലത്ത് കൂടെ പോകുമ്പം യൂക്കാലിപ്സിന്റെ. അതെ അതെ, ഫസ്റ്റ് വന്ന ഊട്ടിയിൽ വന്നപ്പോഴൊക്കെ നമ്മൾ അതിന്റെ ഇല പറിച്ചിട്ട് വണ്ടിയിലിട്ടിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ല്. അതെ, ഫസ്റ്റ് ഞങ്ങൾ അന്ന് ആദ്യത്തെ ദിവസം വന്നപ്പോ നിന്ന് പിന്നെ റൂമാണ് അതാ കാണുന്നത് കേട്ടോ. അത് ഭയങ്കര കുത്തനുള്ളൊരു കുന്നാണ് കേട്ടോ. ഇവിടുന്ന് അവിടെ വരെ നടക്കണം കഴിച്ചു, അത് ആലോചിക്കണം. ഇവിടെയാണ് റെസ്റ്റോറന്റ്. നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് റെസ്റ്റോറന്റിലേക്ക്. അപ്പൊ ഞങ്ങള് ചേഞ്ച് ചെയ്തതാണ്, താഴത്തെ റെസ്റ്റോറന്റ് അല്ല റിസോർട്ട് എടുത്തതാണ്. ഇതാണ് നല്ലത്. അതെ അതെ, ഇതാണ് നല്ലത്. അവിടുന്ന് വ്യൂ ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. വ്യൂ നല്ലതാണ്, ഇവിടുന്ന് വ്യൂ നല്ലതാണ്. അതെ, ഇവിടുന്ന് വ്യൂ നല്ല കുഴപ്പമില്ല. അവിടുത്തെ നമ്മൾ മലയും. അതെ അതെ, പക്ഷെ ആ ഒരു അതെ അതെ, പക്ഷെ ആ റൂം ഒരു സുഖം ഉണ്ടായിരുന്നില്ല അല്ലേ. ഇവിടെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, പൂത്തിട്ടില്ല. ആണാണാണ്. ഡിസംബറിൽ അതെ അതെ, അതിന് വേണ്ടിയുള്ളതായിരിക്കും ഇത്. പക്ഷെ ഇപ്പം ദൈവം സഹായിച്ച അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചൂടായതുകൊണ്ട് തന്നെ. കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഊട്ടിക്ക് വന്നത്. പക്ഷെ നമ്മളെ നാടിനെ അപേക്ഷിച്ച് കുഴപ്പമില്ല അത്ര തന്നെ അല്ലേ. എന്തായാലും ഞാൻ കാണാൻ രസമുണ്ടല്ലേ. ആണോ? കാണാൻ ഭംഗി. ഇതെനിക്ക് തോന്നുന്നു കിളികൾക്ക് കഴിക്കാനുള്ളതാണ്. അവർക്ക് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഫ്രൂട്ടായിരിക്കും. വാവയാണ് കേട്ടോ, ഇതെന്റെ വാവയാണ്. ഫോൺ എടുത്തിരുന്നോ? ആ ഓക്കെ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമുണ്ട് കേട്ടോ. സമയം 8:30 മുതൽ 10:30 വരെയാണ് സമയം. അപ്പം നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് എത്താറ് എന്നും. ഇന്ന് എത്രയോ സമയം നോക്കത്തേടാ, 9:50. എന്നും ഞങ്ങളാ ലാസ്റ്റ് എത്തുമ്പോൾ അവർ പറയും ഫുഡ് കഴിക്കാൻ വരണം പ്ലീസ് എന്ന് പറയും. അപ്പോഴാണ് ഞങ്ങൾ ചെല്ലാറ്. നേരത്തെ അല്ല, അവര് വിളിക്കാൻ വന്ന് വിളിച്ചു കഴിഞ്ഞ് നമ്മളൊരു 15 മിനിറ്റ് പോയത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ വന്നിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വിളിച്ചാലല്ലേ കുറച്ചുകൂടി വരുന്നുണ്ട്. പപ്പ റെഡിയായോ? ഫോൺ എടുത്തോ, കയ്യിൽ കിട്ടും. അതേ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. കിട്ടിയോ? നമ്മള് ഈ റിസോർട്ടില് നമ്മൾ ബുക്ക് ചെയ്യണ സമയത്ത് കൊറേ സ്റ്റെപ്പും ഇതൊക്കെ കാണിച്ചില്ലായിരുന്നു. സൺറൈസും ആ സംഭവമൊക്കെ കാണിച്ചു. ഇവിടെ കാണാനല്ലോ. ഇവിടെ ഒന്നും ഇല്ല, വൈഫൈയും ഇല്ല. എനിക്ക് തോന്നുന്നു ആ സ്ഥലത്തായിരിക്കും കാണിച്ചത്. നമ്മൾ ഈ വില്ലേന്റെ പേര് ലാവൻഡർ വില്ല. ഓരോ വില്ലയ്ക്ക് ഒരു പേരുണ്ട്. ലില്ലി
വില്ല, റോസ് വില്ല, ജാസ്മിൻ വില്ല, ഗപ്രി വില്ല. ഇത് എന്താണ് പറഞ്ഞ ചലയാലും കോപ്പി നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും കോമഡി ആരാണ് ദിയമോളാണ് ഏറ്റവും പക്ഷെ ഇടയ്ക്ക് കോമഡി അടിക്കുള്ളൂ. വെറുതെ കോമഡി വെറുതെ ചെലവാക്കി കളയും. അതെ 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 വെറുതെ. കൗണ്ടർ അറ്റാക്ക് ആണ് ദിയമോൾ. ഞാൻ നിങ്ങൾക്കൊരു ബെഡ് പരിചയപ്പെടുത്താം. ഇത് എക്സ്ട്രാ ബെഡാണോ? എക്സ്ട്രാ ബെഡ് ആണോ എന്ന് എനിക്കറിയില്ല. മറ്റേ വെള്ളത്തിലൊക്കെ കവറിലൊക്കെ ഇട്ടിട്ട് ആ. സെറ്റപ്പൊക്കെ കൊണ്ടുവന്ന് തരും. എന്റെ ദൈവമേ, ശത്രുക്കൾക്ക് പോലും എക്സ്ട്രാ ബെഡിനായിരുന്നു. പിന്നെ റിസോർട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഫോട്ടോ ഒന്നും വിശ്വസിക്കരുത്. അതെ 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 ഫോട്ടോ അവര് അത് ഉണ്ടാക്കിയ സമയത്ത് എടുത്ത ഫോട്ടോ അതെ അതെ. പിന്നെ ഇതൊക്കെ കണ്ടൂടെ ശരിക്കും അവർക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അല്ലേ? കാരണം ഇത് നല്ലൊരു ഏരിയ അല്ലേ, ഒന്നും അടിച്ചു വാരി തുടച്ചൊക്കെ ഇടാം. അതേപോലെ തന്നെ ഈ സ്റ്റെയർ കേസ് ഒക്കെ അവർക്ക് വൃത്തിയാക്കി കൊണ്ടുവരാം. ഇവിടുത്തെ തമിഴൻ ആൾക്കാര് ഇതവരെ കൊടുക്കാറില്ല നമുക്ക് അവിടെ റൂമുണ്ടല്ലോ. ശരിയാ. എനിക്ക് തോന്നുന്നു ഉണ്ണിമോള് ഇന്ന വില്ല കിടക്കുമാണെന്നാന്ന് ചോദിച്ചത് കൊണ്ട് വൃത്തിയാക്കി തന്നാന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒരു ചേച്ചി കോലിടുന്നുണ്ട് കേട്ടോ. കോലിടാൻ വേണ്ടിട്ട് മറ്റേ ഇങ്ങനെ ഒരു പൊടി കൊണ്ട് വരയ്ക്കാറ് കഴുകാണ്. എന്നും ഇടും. ഫ്രണ്ട്സ്, അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പൂരി ഉണ്ട്, നൂഡിൽസ്, ഉപ്പുമാവ്, പിന്നെ അപ്പം, പിന്നെ ഒരു ചമ്മന്തി, പിന്നെ ഈ പൂരിൻ്റെ കറി, ബാജി കറി കഴിക്കണം. ഫ്രണ്ട്സ്, മുട്ട പൊരിച്ചത് വന്നിട്ടുണ്ട്. ദിയമോക്ക് മനസ്സിലായത് ഇത് ചൂസ് ചെയ്തു. ഫ്രണ്ട്സ്, ഇവിടെ നിറച്ച് കോടയാണ് കേട്ടോ. ഇപ്പൊ കുറച്ച് കോട കൂടി. നമ്മള് ഇന്നലെ ഒന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് നല്ലോണം ഉണ്ട്. വീഡിയോ ക്യാമറയിൽ കാണുന്നുണ്ടാവില്ല. അവിടെ കണ്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പം കുറച്ച് തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിന് ഇപ്പം തന്നെ ചെറിയൊരു ഓപ്പൺ ഡ്രസ് ഉണ്ട്, അങ്ങോട്ട് വന്നതാണ്. അവിടെ തൽക്കാലം ഇരിക്കണ്ട, പൊട്ടിപ്പോവും. അപ്പൊ നല്ല കോടമഞ്ഞുണ്ട് ഗൈസ്. ഇനി സ്ഥലം വിടണ്ടേ? നാളെയാണ് മഴ പെയ്യുണ്ട് ഫ്രണ്ട്സ്, മഴ പെയ്യുണ്ട് കേട്ടോ. മഴ പെയ്യുണ്ട്, ചാറ്റൽ മഴ. ബസ് കയറി ബാ. ഇപ്പൊ എല്ലാരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഗൈസ്. ചില്ലുഡായി. നാളെയാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ നാളെയാണ്. നീ അല്ലേ പറഞ്ഞ എന്താണ് പോണത്? ഞാനാ പറഞ്ഞ എന്നാ അതാ നാളെയോ. അപ്പൊ നമ്മള് ഗെയിംസ് റൂമിലോട്ട് എന്റെ കൈ കൊടുക്കില്ല. അപ്പൊ നമുക്ക് ചട്ടി കളിക്കാം.
ഒന്ന് അടുപ്പിക്കായിരുന്നു എങ്ങനെയാണ് ദേവുന് പഠിക്കണോ എന്നാ എന്ത് പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടാവോ ഇതോ ആ അമ്മേനും അല്ലേ അമ്മേനെ കൊന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴുന്നതാണ് തോന്നുന്നത്. നമ്മൾ ഇന്നലെ കളിക്കാൻ വന്നപ്പോഴും ഒരു ആള് അടിച്ചിട്ട് വീണായിരുന്നു. ഇനി നമുക്ക് റൂമിൽ പോയാലോ ബാ. ഞങ്ങൾ ഇനി റൂമിലേക്ക് പോവാണ് ഗൈസ്. ഗെയിംസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗെയിംസും ഗെയിമും. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ബാ. നല്ല മഴക്കാറും ചെറിയ ചാറ്റൽ മഴയും കോടമഞ്ഞും ഉണ്ട് ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ പോകാൻ നേരത്തെ ഇതൊക്കെ വരുള്ളൂ. ഒരു രാത്രി കൂടി ഉണ്ടല്ലോ നമുക്ക്. ഒരു രാത്രി നാളത്തെ ഒരു പകലും കൂടി ഉണ്ടല്ലോ. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇവിടെ കുറേ ഉണ്ട്. നമ്മള് ട്രെയിനിൽ പോയപ്പോഴാണെങ്കിലും ഇതൊക്കെ കാട് വാരി കിടക്കുക. ഇതിന് ഒരു പേരുണ്ട്, എനിക്ക് അറിയായിരുന്നു. ഇത് എന്തെങ്കിലും ചെറുപ്പത്തിൽ ഈ കായൊക്കെ പറിച്ച് പേരറിയുമെന്ന് നിങ്ങൾ പറയണം. എന്തായിരുന്നു ഇതിന്റെ പേര്? 2 പേരുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഗൈസ് ഇവിടുത്തെ വ്യൂ. അപ്പം ഇവിടെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമുക്ക് താഴത്തോട്ട് പോവാം. താഴത്തോട്ട് നമ്മൾ മോർണിംഗ് ബ്ലോഗല്ലേ എടുത്തിരുന്നത്. മോർണിംഗ് ചെയ്യാനായിട്ട് കോലം വരച്ചത് നമ്മൾ വന്നപ്പോൾ വരച്ചത്. ഈ വില്ലയിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. ലാവൻഡർ വില്ല. കോടൊക്കെ ഒഴുകി ഒഴുകി പോന്നു. പറന്നു പോന്നു. അതാ ആ കാണുന്നത് കോട. മലകളൊന്നും പക്ഷെ കോടയുടെ അനുസരിച്ചുള്ള തണുപ്പില്ലല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് അമ്മ കുളിച്ചോണ്ടാണോ നമുക്ക് വന്നത്. എനിക്ക് ചൂടെടുക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അയ്യോ, ഈ മഴക്കാറ് പ്ലസ് കോട ഇങ്ങനെ വരുന്നത് ഭയങ്കര രസാ. ഈ ഒരു കാലാവസ്ഥ ആവണല്ലേ? വെയിലില്ല മഴയില്ല ഒരു കാലാവസ്ഥ. അതെ, എപ്പോഴും കേരളത്തിലും തണുപ്പ് വന്നിരുന്നെങ്കിൽ. അതെ അതെ, നമുക്ക് എല്ലാവർക്കും, നമുക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം കേരളത്തിൽ ഇതുപോലെ തണുപ്പ് വരണേന്ന്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ചിലപ്പോ ദൈവം കേൾക്കുമായിരിക്കും. അപ്പം നമ്മുടെ മോർണിംഗ് വ്ലോഗ് ഊട്ടിയിൽ വന്നിട്ട് നമ്മുടെ എല്ലാ മോർണിംഗും ഇതുപോലെ തന്നെയായിരുന്നു. അതെ, ഇതുപോലെ തന്നെയായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാൻ വിചാരിക്കുന്നത് തണ്ടർ വേൾഡ് ആണ്. ഒരു പാർക്കാണ്, ഡൈനോസർ പാർക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. എക്കോ വന്നില്ല.